ഈ ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് തമ്മിൽ എന്താണ് മെയിനായിട്ട് ഡിഫറൻസ് വരുന്നത്? ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ലോങ് ടേം പ്രോസസ്സാണ്. പക്ഷേ ട്രേഡിംഗിലേക്ക് വരുമ്പോൾ അത് എൻറ്റയർലി ഡിഫറെൻറ്റാണ്. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കമ്പനി പർച്ചേസ് ചെയ്തിട്ട് ഷെയർ പർച്ചേസ് ചെയ്തിട്ട് അത് ലോങ് ടേമിലേക്ക് 1 വർഷത്തിൻ്റെയോ 2 വർഷത്തിൻ്റെയോ 5 വർഷത്തിൻ്റെ ഒക്കെ മുകളിൽ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നടത്തിയത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, നമ്മളൊരു ഇൻവെസ്റ്ററാണ്. പക്ഷേ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് ടേമിലേക്കുള്ള പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്നൊരു കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്തിട്ട് ഇന്ന് തന്നെ സെല് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഇൻട്രാഡേ എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഷെയർ പർച്ചേസ് ചെയ്തിട്ട് ഒരു 10 ദിവസമോ 20 ദിവസമോ 1 മാസമൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇതിനെ നമ്മൾ ഷോർട്ട് ടേം ട്രേഡിംഗ് എന്ന് പറയും. ഒരാൾക്ക് ട്രേഡർ ആവണോ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ ആവണോ എന്നൊക്കെ എന്ത് ബേസിലാണ് ചൂസ് ചെയ്യുക? ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആണ് ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളൊരു ഇൻവെസ്റ്റർ ആവണമെന്നാണ് നമ്മുടെ കൺസേൺ എങ്കിൽ നമ്മളൊരു കമ്പനിയുടെ കുറിച്ച് അല്ലെങ്കിൽ കമ്പനിയുടെ ഫണ്ടമെന്റൽസ്, ഫൈനാൻഷ്യൽസ്, ബിസിനസ് ഇവയെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കണം. അതിന് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചൂസ് ചെയ്യേണ്ടത്. അതല്ല നമ്മൾ ട്രേഡർ ആണ് അല്ലെങ്കിൽ ട്രേഡിംഗ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്നിക്കൽ അനാലിസിസ്, അതായത് ചാർട്ട് റീഡിങ് അതേപോലത്തെ കാര്യങ്ങൾ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. പ്ലസ് നമ്മൾ കുറച്ചധികം സമയം കൂടി അതിലേക്ക് സ്പെൻഡ് ചെയ്ത് ഒരു ഡിസിപ്ലിൻഡ് ആയുള്ള മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് ആണ് ബെസ്റ്റ്.